നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സാധാരണക്കാർക്ക് അപ്രാപ്യമാകും വിധം വെളിച്ചെണ്ണ വില തിളച്ചുമറിയുന്നു. ഓണമാകുന്നതോടെ വില വീണ്ടും ഉയരുമെന്ന് വ്യാപാരികൾ പറയുന്നു. ഓണത്തിന് ഉപ്പേരി എന്ന മലയാളി മോഹത്തിന് കരിനിഴൽ വീഴുകയാണ്. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 480 മുതൽ 500 രൂപ നിരക്കിൽ വരെ പല വിധത്തിലാണ് വിപണി വില. കൊപ്ര കിലോയ്ക്ക് 290 മുതൽ 300 രൂപയാണ്. കൊപ്ര വെളിച്ചെണ്ണയാക്കുമ്പോൾ നല്ല മെഷീനിൽ 600 മില്ലിയെ കിട്ടും. മുതലാകണമെങ്കിൽ 490 മുതൽ 500 രൂപ വരെ കിട്ടണമെന്ന് കച്ചവടക്കാർ പറയുന്നു. വിപണി വില പിടിച്ചു നിർത്തേണ്ട സംസ്ഥാന സർക്കാർ സ്ഥാപനം കേരഫെഡ് 299 രൂപയ്ക്ക് കൊപ്ര വാങ്ങാൻ തീരുമാനിച്ചത് വിലക്കയറ്റത്തിനിടയാക്കി. കേരഫെഡ് വെളിച്ചെണ്ണ വില 419 നിന്ന് 529 ഉയർത്തുകയും ചെയ്തു. ഇതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് ആക്ഷേപമുണ്ട്. പഴയ ടെൻഡറിൽ കൊപ്ര നിശ്ചയിച്ചതിൽ 10% ലഭിച്ചുള്ളെന്നും അതിനാലാണ് വില കൂട്ടിയതെന്നുമുള്ള വിചിത്ര ന്യായമാണ് കേരഫെഡിന്. വില നിയന്ത്രിക്കേണ്ട കേരഫെഡ് തന്നെ വില വർധനയ്ക്ക് കാരണക്കാരാകുന്നു. തേങ്ങ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് മാറിയതും ദൗർലഭ്യത്തിന് കാരണമായി. കർഷകർക്ക് കരിക്ക് വലിയ വിപണിയാണ്. വീട്ടിൽ വന്ന് നല്ല വിലയ്ക്ക് കർഷകരിൽ നിന്ന് ഇടനിലക്കാർ കരിക്ക് വാങ്ങും. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമുകൾക്കും കരിക്ക് വ്യാപകമായി പോകുന്നുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് തേങ്ങ കിട്ടാനില്ല. കാലാവസ്ഥയും വിളവിനെ ബാധിച്ചു. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് തേങ്ങ എത്തുന്നത്. നാടൻ തേങ്ങയുടെ ഗുണമില്ലെങ്കിലും വൻ വിലയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തേങ്ങയെ ആശ്രയിച്ചാണ് വിപണി പോകുന്നത്. ഭക്ഷ്യ ഉൽപ്പന്ന വിപണിയിലെ കുത്തകകൾ ബ്രാൻഡഡ് വെളിച്ചെണ്ണ വിപണിയിലിറക്കുന്നതും വൻതോതിൽ കൊപ്ര ശേഖരിക്കുന്നതും വിലവർധനയ്ക്ക് ഇടയാക്കുന്നു. കുറഞ്ഞ വിലയ്ക്ക് കൊപ്ര ശേഖരിക്കുന്ന ഇവരുടെ വെളിച്ചെണ്ണയ്ക്ക് വൻ വിലയാണ്. ഫലത്തിൽ കേര കർഷകർക്ക് വിലവർധനയിലൂടെ വലിയ നേട്ടമൊന്നുമില്ല. തമിഴ്നാട്ടിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഗുണനിലവാരം കുറഞ്ഞ വെളിച്ചെണ്ണ 350 മുതൽ 400 രൂപയ്ക്ക് ജനങ്ങൾ വ്യാപകമായി വാങ്ങുന്നു. സാധാരണക്കാർക്ക് മറ്റു മാർഗങ്ങളില്ലാത്തതിനാലാണ് ഈ എണ്ണകളിലേക്ക് തിരിയുന്നത്. ഓണം അടുത്തിരിക്കെ വിപണിയിൽ ഇടപെട്ട് വില നിയന്ത്രിക്കേണ്ട സർക്കാരോ കേരഫെഡോ അതിന് തയ്യാറാകാതെ വിലവർധനയ്ക്ക് ചുക്കാൻ പിടിക്കുകയാണ്.